എൻ.ഡി.എ മലർത്തിയടിച്ച് ഇക്കുറി അധികാരം പിടിക്കാമെന്ന് സ്വപ്നം കണ്ടിരുന്ന മഹാസഖ്യത്തിൻ്റെ കാലിടറുന്ന കാഴ്ചയാണ് ബീഹാറിൽ കാണാൻ സാധിച്ചത്. വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ JDU-BJP നേതൃത്വത്തിലുള്ള എൻ.ഡി.എയുടെ അപ്രമാദിത്വം പ്രകടമായിരുന്നുവെങ്കിലും സമയം പിന്നിടുന്തോറും അത് കൂടുതൽ പ്രകടമാവുകയായിരുന്നു. കഴിഞ്ഞ തവണത്തേതിലും മികച്ച പ്രകടനമാണ് JDU ഉൾപ്പെടെ നടത്തുന്നത്. മറുവശത്ത് മഹാസഖ്യം പാടെ തകർന്നു വീഴുന്ന കാഴ്ചയും നാം കണ്ടു. ആദ്യഘട്ടം മുതൽ പോരാട്ടത്തിന് പോലും മുതിരാതെ മഹാസഖ്യം എൻ.ഡി.എക്ക് മുന്നിൽ വീണപ്പോൾ അതിൽ പ്രധാനികളായി പിന്നിലേക്ക് പാലം വലിച്ചത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിൻ്റെ ദയനീയ പ്രകടനത്തിൻ്റെ ഭാരം ചുമലിലേറ്റിയാണ് മഹാസഖ്യം വീണത്. ഇപ്പോഴിതാ വലിയ ചോദ്യമുന തന്നെയാണ് യുവ നേതാവ് കനയ്യകുമാറിനെതിരെ നീളുന്നത്. ഇത്തവണ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ 40 താരപ്രചാരകരുടെ പട്ടികയിൽ കോൺഗ്രസ് നേതാവ് കനയ്യകുമാറും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മത്സര രംഗത്തുണ്ടായിരുന്നില്ല എങ്കിലും പാർട്ടിക്ക് വേണ്ടി സജീവമായി പ്രചാരണം നടത്തി. എന്നാൽ 2020-നേക്കാൾ മോശം പ്രകടനമാണ് പാർട്ടി ഇത്തവണ കാഴ്ചവെക്കുന്നതെന്ന് ഉറപ്പായതോടെ കനയ്യയും വിചാരണയ്ക്ക് വിധേയനാവും. സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിനെക്കുറിച്ച് കനയ്യകുമാർ നേരത്തെ തന്നെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 തവണയും പരാജയപ്പെട്ടിരുന്നു. താൻ ഇതിനകം മത്സരിച്ചുവെന്നും അതുകൊണ്ട് പ്രാദേശിക നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതാണ് ഉചിതമെന്നും അദ്ദേഹം അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മുൻ വിദ്യാർത്ഥി നേതാവായ കനയ്യ CPI-യിലൂടെയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവേശിച്ചത്. അന്ന് അദ്ദേഹം വാക്ചാതുര്യത്തോടെ ആളുകളെ കയ്യിലെടുത്തിരുന്ന തീപ്പൊരി നേതാവായിരുന്നു. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാടായ ബീഹാറിലെ ബെഗുസാരായിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചുവെങ്കിലും BJP നേതാവ് ഗിരിരാജ് സിംഗിനോട് പരാജയപ്പെടുകയായിരുന്നു. പിന്നീട് കനയ്യ കോൺഗ്രസിൽ ചേർന്നു. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടക്ക് കിഴക്കൻ ദില്ലിയിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിട്ടുണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണം നടത്തുന്ന സമയത്താണ് കനയ്യ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. JNU വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്ന അദ്ദേഹം 2016-ലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലൂടെ ദേശീയ ശ്രദ്ധ നേടുകയായിരുന്നു. ബീഹാറിൽ കോൺഗ്രസിനായി പ്രചാരണം നടത്തിയ കനയ്യയ്ക്ക് ബെഗുസാരായ് മേഖലയിൽ കാര്യമായ സ്വാധീനമുണ്ട്. ബീഹാറിലെ ലെനിൻഗ്രാൻഡ് എന്ന് മുൻപ് ഈ പ്രദേശം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബെഗുസാരായ് സിറ്റിംഗ് സീറ്റിൽ MLA കുന്ദൻ സിംഗ് മുൻ കോൺഗ്രസ് MLA അമിതാഭ് ഭൂഷണുമായി മത്സരിക്കുന്നുണ്ട്. ഇവിടെ നിലവിൽ വിവരം ലഭിക്കുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് കനയ്യയെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യം. ഇത്തവണ ബീഹാറിൽ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. വോട്ട് മോഷണം ഒരു വലിയ പ്രശ്നമാണ്. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടില്ല എങ്കിൽ സർക്കാർ മാറും. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടാൽ അതേ സർക്കാർ തന്നെ തുടരും. ബ്രസീലിയൻ മോഡലിൻ്റെ ഐഡന്റിറ്റിയോടെ 22 വോട്ടുകൾ എങ്ങനെ തയ്യാറാക്കിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരം നൽകണമെന്നായിരുന്നു കനയ്യ തെരഞ്ഞെടുപ്പ് വേളയിൽ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. എന്നാൽ വോട്ട് ചോരി ആരോപണത്തിനും കനയ്യയുടെ ചോദ്യങ്ങൾക്കും ബീഹാർ ജനത കാര്യമായി പ്രാധാന്യം നൽകിയില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. മുൻപ് കാര്യമായ ആസ്വാദകർ ഉണ്ടായിരുന്ന കനയ്യയുടെ പ്രസംഗങ്ങൾക്ക് ഇപ്പോൾ പഴയ ഗാംഭീര്യം പോരാ എന്നുള്ള വിമർശനവും ശക്തം തന്നെയാണ്. എന്തായാലും കേവലം 6 സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങുന്നതാണ് കോൺഗ്രസിൻ്റെ അന്തിമ വിധിയെങ്കിൽ അത് കനയ്യയ്ക്കും തിരിച്ചടിയാവും എന്നുള്ളത് ഉറപ്പാണ്.